പ്രഗ്നന്റ് ആണോ എന്നുള്ള ചോദ്യങ്ങൾ കുറച്ച് ചോറ്റുപാത്രം ഇതും അല്ലാണ്ട് ബുക്ക് എന്തെങ്കിലും ഉണ്ടാ ഇത് എന്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നിങ്ങളെ അറിയിക്കാൻ നിൽക്കൂലല്ലോ അല്ലേ? പറഞ്ഞോ. എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. പുതിയ സ്കൂളിൽ ഞാൻ അൻവി സ്കൂളിലേക്ക് പോകാൻ റെഡിയായി നിൽക്കലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒരു വ്ളോഗ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അൻവിനെ കൊണ്ട് വെൽക്കം പറയിച്ചിട്ടില്ലെങ്കിൽ അത് വൈകുന്നേരം അൻവി വന്നിട്ട് വീഡിയോ കണ്ടാൽ ഇവിടെ കുഴപ്പമായിരിക്കും. അതുകൊണ്ട് പിന്നെ അൻവി പറയാണ്ട് നമുക്കൊരു വീഡിയോ തുടങ്ങാനുള്ള ഒരു ഇതില്ല ഇപ്പോൾ. അതുകൊണ്ടാണല്ലേ അൻവി വെൽക്കം പറഞ്ഞിട്ടേ പോകുന്നു പറഞ്ഞിട്ടല്ലോ സ്കൂളിൽ അല്ലേ? അൻവിക്ക് വേറെ എന്തോ ഒന്നും കൂടി പറയണ്ടല്ലോ. എന്താണ് സ്കൂളിൽ പുതിയ ബസ്സെല്ലാം വന്നിട്ടുണ്ട് പോലും. മിനിഞ്ഞാന്ന് വരെ കരച്ചില്ലേനു, ഇന്നലെ മുതൽ പുതിയ ബസ്സായോണ്ട് കരച്ചിലില്ല അല്ലേ? ഇപ്പൊ ഫുൾ ഇൻട്രസ്റ്റ് അല്ലേ പോയെ? അമ്മ സ്കൂളിൽ പോയിട്ട് വരൂലേ? അടിപൊളിയായിട്ട് വരൂലേ? സൂപ്പറായിട്ട് വരൂലേ? നമ്മളിത് പുതിയ സ്റ്റൈലാ? എനിക്കറിയില്ല ഇങ്ങനെ വരെ. എനിക്ക് ഒറ്റക്ക് ഷൂ ഇടുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ് സക്സസ്. നമ്മനെ ബേഗിലുള്ള ചോറ്റുപാത്രം ഇതും അല്ലാണ്ട് ബുക്ക് എന്തെങ്കിലും ഉണ്ടാ? ഇതെല്ലാം പറഞ്ഞ ചോറ്റുപാത്രം, 2 ചോറ്റുപാത്രം, ഒന്ന് 11 മണിക്ക്, ഒന്ന് 2 മണിക്ക്, പിന്നെ ഒരു കുപ്പി വെള്ളം. ബുക്ക് കൊടുത്തു. എടാ ഇതിലുണ്ടല്ലേ? ഞാൻ വിചാരിച്ചു ബുക്ക് ഉണ്ട്, സ്ലേറ്റ് ഉണ്ട്, എഴുതി പഠിച്ചിട്ടുണ്ടല്ലോ ഇവ. മുറിച്ചും കൂട്ടീനാ? ഇപ്പൊ എഴുതാൻ വന്നിട്ടുണ്ടോ അവനേക്ക്? സൂപ്പർ തന്നെ അല്ലേ? എന്നാ പിടി, താലം കൈമാറിക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ വിളിച്ചിട്ട് മാത്രം വരാമെന്നും പറഞ്ഞിട്ട് ഒരാൾ ഇടാ അമ്മ ക്യാമറേൻ്റെ വേക്കിലെല്ലാം നിൽക്കുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത്. ഇവർക്ക് ആർക്കും അറിയില്ല കേട്ടാ, ഈ 3 ആൾക്കും അറിയില്ല. എന്നാണ് എല്ലാവരും മുഖം ഇങ്ങനെ വിജൃംഭിച്ച് നോക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓവർ ബിൽഡപ്പ് കൊടുക്കാണ്ട് അപ്പോൾ ഞാൻ വിളിച്ചേക്കല്ല, എല്ലാവരും ഇങ്ങനെ മൂലക്ക് ഇരിക്കണ്ട, വേണ്ടിക്കൽ വന്നോട്ടെ, എല്ലാവരും മുഖം കണ്ടോട്ട്. കുറേ ആയി നിങ്ങൾ ഇവരെല്ലാം സൗണ്ട് കേട്ടിട്ട് അമ്മേ വാ ക്യാമറേൻ്റെ വേക്കും ഇങ്ങോട്ട് വാ, പാവോ അവിടെ നിന്നിട്ട് ക്ഷീണിച്ചു പോയി. നമ്മൾ വരണ്ടേന്നെല്ലാം ചോദിക്കുന്നുണ്ട്, വന്നോട്ടെ വാ. ഇതെല്ലാവരും കാണുമോ എന്തോ. ഇതിപ്പോൾ ക്യാമറ സ്റ്റാൻഡിൽ വെച്ചിട്ട് എടുക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാട്ടെ, നിങ്ങളിത് മനസ്സിലാക്കണം. ഇത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ ഇതുവരെ കാണാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ കുറച്ച് സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് കാണിച്ച് പരിചയപ്പെടുത്തി തരാം. ഇത്രയും നാളെ വീഡിയോ എടുക്കാണ്ട് ഇങ്ങനെ നമ്മൾ വ്ളോഗ് ചെയ്യാണ്ടിരുന്നതിൻ്റെ ഒരു കാരണം എന്താ? താങ്കൾക്ക് എന്താ സമയം കിട്ടാത്തതുകൊണ്ടാണോ അതോ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണോ? കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് പറയുന്നത്. നമ്മൾ സമയം ഇല്ലെങ്കിലും സമയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കിയാലും വീഡിയോ എടുക്കും. പിന്നെ സമയത്തിന്റെയും പ്രശ്നമുണ്ട്. ഇത്രയും വ്യക്തമായിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും? കണ്ടന്റ് കണ്ടുപിടിക്കാനുള്ള സമയം വേണ്ടേ? നമുക്ക് വ്ലോഗ് എടുക്കാൻ സമയം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സമയാണോ? രണ്ടെന്ന് പറയാം. അമ്മക്ക് എന്താ പറയാനുള്ളത്? നമുക്കൊന്നുമില്ല. അപ്പോൾ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കാരണങ്ങളൊന്നും പറയാനില്ല. ഇടക്കിടക്കെങ്കിലും ഓരോ വ്ളോഗ് എടുത്തിട്ട് നിങ്ങളോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ അതിനുള്ളൊരു സമയം കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഞാനൊന്നാമത് രാത്രിക്കല്ലാന്ന് കയറി വരുന്ന വീട്ടിലേക്ക്. അപ്പോൾ കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ള സാധനം ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. കണ്ട് ഇവരെല്ലാം ഞെട്ടി നിൽക്കുന്നുണ്ട, ഇവർ ഞെട്ടി തരിച്ച് നിൽക്കുന്നുണ്ട്. എന്നാ സംഭവം എന്ന് മനസ്സിലാവാണ്ട് നോക്കറ. ഇവർക്ക് എന്നും മനസ്സിലായില്ല എന്നാ സംഭവം എന്നുള്ളത്. കണ്ട പുതിയ അതിഥിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എന്തെല്ലാം മീൻ എന്നുള്ളത് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. അതിനുള്ള വിദഗ്ധയായിട്ട് മീനിന്റെ പറഞ്ഞു കൊടുത്താൽ എന്തെല്ലാം കണ്ടാത്തിരിക്കുന്നു. ഇതിന്റെ ഏതെങ്കിലും ഒരു മീനിന്റെ പേര് പറഞ്ഞു കൊടുത്താൽ. ഓറഞ്ച് കളറുള്ളത് ഗോൾഡൻ ഫിഷ് എന്നാ പറയുന്നത്. പിന്നെ ഒരു മഞ്ഞയുണ്ട്, കറുപ്പുണ്ട്, പിന്നെ ഒരു പിന്നെ പ്രത്യേകിച്ച് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇതിപ്പോൾ എടുക്കുന്നത്. വേറൊന്നല്ല, ഇത് വൃത്തിയാക്കൽ കുറച്ച് പണിയാണ്. അപ്പം അതിനുള്ള എന്തെങ്കിലും വിദ്യ ആയിരിക്കും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം രാവിലെ തുടങ്ങിയിട്ട് ഉച്ച കഴിയുന്ന വരെ ഇതിൻ്റെ പണി തന്നെയാണ് കേട്ടോ. ഇത് മൊത്തം എടുത്ത് കല്ലെല്ലാം എടുത്ത് മൊത്തം തുടച്ച് വൃത്തിയാക്കൽ വേറൊന്നല്ല. ഇത് ഒരു 3 മാസം വരെയുള്ള ഒരു അക്വേറിയം അങ്ങനെ നിൽക്കും. അന്നേരം ക്ലീൻ ആക്കണ്ടു എന്നുള്ള നന്ദി ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായത്.
പക്ഷേ ഇത് 2-3 ആഴ്ച കൊണ്ട് തന്നെ അല്ലേ 3 ആഴ്ച 10 ദിവസം കൊണ്ട് തന്നെ ഈ ഗ്ലാസ് മൊത്തം പച്ച കളർ പൂപ്പല് പിടിച്ച പോലെ ഈ കല്ല് മൊത്തം ഇതാക്കണ്ട ഇങ്ങനെ കളറ്. അപ്പൊ ഞാനിത് മൊത്തം അഴിച്ച് മീനിനെയും കൂടി കൊണ്ടുവന്നിട്ടാല് ഒരാഴ്ച ആയുള്ളൂ ഞാൻ വൃത്തിയാക്കിയിട്ടല്ലോ. അപ്പൊ ഇത് നീ ആക്കി കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഇത് വൃത്തിയാക്കാൻ ഭയങ്കര ഇതാണ് പാടാന്ന് എല്ലാരും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വീട്ടിൽ ഒരു സാധനം ഒരു വൃത്തിയില്ലാണ്ട് കുറച്ച് ദിവസത്തേക്ക് വെക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത പരിപാടിയാണ്. നമുക്ക് സഹിക്കാൻ പറ്റൂല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ അന്ന് ഫുള്ള് ക്ലീൻ ആക്കിയത്. ഏകദേശം ഒരു ടാങ്ക് വെള്ളം വേണ്ടി വന്നില്ല എൻ്റെ നടുവിന് പരിപ്പടങ്ങിന് അതെല്ലാം പോട്ടെ, അതെല്ലാം ഞാൻ മീനിന് വേണ്ടി സഹിച്ച് നോക്കാം. പക്ഷെ ഇത് വൃത്തിയാക്കൽ കുറച്ചൊരു പണിയാണ്. ഗ്ലാസ് എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കൽ നിങ്ങൾക്കെല്ലാം അറിയുന്നതായിരിക്കും. ഇത് പൂപ്പൽ പിടിക്കുന്നത് ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിന് ഏതോ ഒരു മീനിന് ഇട്ടാൽ ഈ പൂപ്പൽ ഇതെല്ലാം തിന്നുന്ന ഒരു മീനുണ്ട് എന്ന് പറയുന്നതായിട്ട്. അതേതാ മീനെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായില്ല. അതേതാ മീൻ എന്നുള്ള അതിൻ്റെ പേരായിരിക്കും കാര്യമെങ്കിൽ അതൊന്ന് നമുക്ക് കമന്റിൽ ഒന്ന് പറഞ്ഞു തന്നാൽ അത് വളരെയധികം നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ മറന്നു അവിടെ പോയി ചോദിച്ചാൽ മതി. അവിടെ പോയി ചോദിച്ചാൽ മതി. മീൻ വീടിൽ ചെന്നിട്ട് ചോദിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അല്ലേ മീൻ വീടിൽ ചോദിച്ചാൽ പറഞ്ഞു തരും. അത് പിന്നെ എനിക്കറിയില്ലടോ. അല്ലെ ഗൂഗിൾ മറ്റേ മീൻ വെക്കുന്ന ആ വീഡിയോ പോയി ചോദിച്ചേക്കു. അതെ അതല്ലേ നമുക്ക് നമ്മുടെ ഇവരെടുക്കുന്ന നമുക്ക് അറിഞ്ഞിട്ട് വേണം നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ മഞ്ഞ കളറ് കാണുന്നത് അല്ല ഓറഞ്ച് കളർ ഈ കല്ലെല്ലാം അതിൽ ഓറഞ്ചാണോ മഞ്ഞാണോ ഗോൾഡ് ഫിഷ് ഏതാ? ഓറഞ്ച്. ഇത് നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈ അക്വേറിയം ഇതെല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുണ്ട്. സംഭവം ശരിക്കും പറഞ്ഞാൽ അതല്ല. കുറച്ച് ആൾക്കാർ നമ്മളെ കമൻറ്റിൽ കാര്യങ്ങളിൽ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ടുള്ള എന്തോ പറയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ ഓടി വരുന്നുണ്ട്. നോക്കുമ്പോൾ അമ്മയ്ക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് നിങ്ങൾ കുറച്ച് ഇങ്ങോട്ട് നിന്നാലും നമുക്ക് അമ്മേനെ കൂടി കാണാം. അമ്മേനെ കാണുന്നുണ്ടല്ലോ അല്ലേ? എന്തോ മെയിനായിട്ട് പറയുന്നുണ്ട്. അപ്പാട് ഓടി വന്നു സോഫേലാടി ഇരിക്കലേ. അപ്പോൾ വേറെ എന്താണ് നമ്മളെ ഒരുവിധം വീഡിയോയിലെല്ലാം കമന്റ് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ഡേറ്റ്, പ്രഗ്നന്റ് ആണോ എന്നുള്ള ചോദ്യങ്ങൾ കുറച്ച്. അതിനുള്ള ഉത്തരം തരാന്ന് ചോദിച്ചിട്ടാണ് വന്നത്. ഇയാൾ പ്രഗ്നന്റ് അല്ല കേട്ടോ. ഇവരോട് അതിനെ കണ്ടൊരു 10 മാസം മുമ്പേ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയിരുന്നു ചോദ്യം കേട്ട് മടുത്ത് എന്നാ പിന്നെ ആയേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങ് ആയതാണ്. നിങ്ങളെ കമന്റ് കണ്ട് മടുത്ത് സംഗീതയുടെ കമന്റ് ചേച്ചി പ്രഗ്നന്റ് ഞാൻ കമന്റ് വരുമ്പോ അപ്പൊ സംഗീതം പറഞ്ഞ് ഇനി കമന്റ് ഡിലീറ്റ് ആക്കുന്നതിന് നല്ലത് നീ വയറ് കുറക്ക് എക്സസൈസ് ചെയ്ത് അതും എനിക്ക് പറ്റുന്നില്ല. അതും എനിക്ക് എക്സസൈസ് ചെയ്യാൻ എന്ത് കുറക്കാനും കഴിയുന്നില്ല. അപ്പൊ പിന്നെ ഇതല്ലേ വഴിയുള്ളൂ. ഇത് കാണുന്നവരാരും ഇനി ചോദിക്കൂല എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നിങ്ങളെ അറിയിക്കാൻ എടുക്കൂലല്ലോ അല്ലേ? അപ്പോ വേറെ ഇനി ഡേറ്റ് കാര്യങ്ങള് ഡേറ്റ് ഇപ്പൊ 9 സ്റ്റാർട്ട് ചെയ്ത് ഇനി ആഗസ്റ്റ് 10 ഡേറ്റ് പറഞ്ഞത്. ആഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ആ ഒരു ടൈമിലാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഏട്ടൻ വരുന്നുണ്ടോ എന്നുള്ള കമന്റും കൂടി കുറച്ച് ആൾക്കാരെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോ ഏട്ടൻ വരുന്നുണ്ട്. ഏട്ടൻ എന്തായാലും വരുമെന്നാ പറഞ്ഞിട്ടുള്ളത്. കാരണം അവന് വരാണ്ടിരിക്കാൻ ആവില്ല എന്നായിരുന്നു ഇങ്ങനെ വിളിച്ചിട്ട്. കുറച്ച് നേരത്തെയും കൂടി എന്നോട് പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ എന്തായാലും വരുമെന്ന്. അതെന്തായാലും നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡേറ്റ് കാര്യങ്ങൾ അതെല്ലാം പറയാമെന്ന് ചോദിച്ചിട്ടാണ് മെയിനായിട്ട് നമ്മളിന്ന് വന്നത്. എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല. ഒന്നാമത് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുള്ള ടൈം തന്നെ ഗൺ ടൈം അങ്ങനെ ഒരു ഓടിപ്പടച്ചിട്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ കമൻറ്റ് എടുത്തിട്ട് റിപ്ലൈ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ചെയ്യാനുള്ളൊരു ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കാറ്. അല്ലാണ്ട് നിങ്ങൾ എന്നോട് കുറേ ആൾ മെസ്സേജ് വെച്ചിട്ടും കമൻറ്റിൽ ചോദിച്ചോണ്ട് ഞാൻ അത് ചെയ്തത് പറയട്ടോ. ഞാൻ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ചെറിയൊരു കമ്പനിയിലാണ്. ആ കമ്പനിയിൽ വർക്ക് വെച്ചാൽ സ്കൂളിൽ ക്ലാസ് എടുത്ത് കൊടുക്കലാണ്. റോബോട്ടിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ക്ലാസ് എടുത്ത് കൊടുക്കലാണ്. അപ്പോൾ സ്കൂളിലാണ് പോകുന്നത്. ടീച്ചിങ് തന്നെയാണ്. ടീച്ചറാണോ പറഞ്ഞിട്ട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചറെ പോലെയാണ് കേട്ടോ. ശരിയായ ടീച്ചർ അല്ലെങ്കിൽ ടീച്ചറെ പോലെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുക തന്നെയാണ്. കാരണം നമ്മളൊരു വീഡിയോ ഷോർട്സിൽ നമ്മളൊരു വീഡിയോയിൽ ബുക്കെല്ലാം എടുത്തിട്ട് മാർക്കെല്ലാം പ്രത്യേകിച്ച് വേറൊന്നും പറയാനൊന്നുമില്ല. ഇനി വരുന്ന വീഡിയോ എന്തായാലും ഒരു വീഡിയോ നല്ലൊരു വീഡിയോ നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ? ക്യാമറയോടാക്കി മൈക്കെല്ലാം എടുത്തിട്ട് ഓടുന്നാണ് ചെറിയാച്ച് കാരണം ഷോർട്സ് എടുക്കാറാണ് വരുന്നത്. എന്നാടാ ഒന്നും തിരിയുന്നില്ല എനിക്ക്. അപ്പോൾ അടുത്തതിന് എന്തായാലും നല്ലൊരു പ്ലാനിങ് വേണം. നല്ലൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ.